ഹലോ, PSC 2026 നടത്തിയ ഇത്രയും കാറ്റഗറീസ് ഓഫ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും എക്സാം ഒക്കെ എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങളുടെ രാജാവ് ആരാണ്? ലോഹങ്ങളുടെ രാജാവ്. ഓപ്ഷൻ എ സ്വർണ്ണാണ്. എന്തുകൊണ്ടാണ് സ്വർണത്തിന് ലോഹങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത്? വായു, ജലം എന്നിവയുമായി കോണ്ടാക്ട് ചെയ്ത് വേഗം തുരുമ്പ് പിടിക്കില്ല. അതുകൊണ്ടാണ് സ്വർണത്തിന് ലോഹങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ ആണ്. സോ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജ് ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. മാത്രമല്ല സ്മാർട്ട് ജല സംരക്ഷണവും സാങ്കേതിക വിദ്യകളും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, 16 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. നെക്സ്റ്റ്, രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ആണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ആരാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്? മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. സോ ഇന്ത്യയിലെ ഫസ്റ്റ് മൾട്ടി സ്പോർട്സ് മ്യൂസിയം ആയ ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയം ആണ് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ക്വസ്റ്റ്യൻ 7, പ്രാചീന മലയാളം ആരുടെ രചനയാണ്? പ്രാചീന മലയാളം. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ഒരു ചരിത്ര സാമൂഹിക ഗ്രന്ഥമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഒഡീഷയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15th രാഷ്ട്രപതിയാണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ്, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഓപ്ഷൻ ഡി EP രാജഗോപാലനാണ്. ഓപ്ഷൻ ഡി EP രാജഗോപാലനാണ്. ഏത് ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹം ഒരു പ്രശസ്ത സാഹിത്യ വിമർശകനാണ്. ഉൾക്കഥ എന്ന ഒരു സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? കായിക ബഹുമതി GV രാജ അവാർഡാണ്. ഓപ്ഷൻ ബി GV രാജ അവാർഡാണ്. ഇപ്പൊ കേരളത്തിലെ കായിക രംഗത്തെ പിതാവായി അറിയപ്പെടുന്ന കേണൽ ഗോദവർമ്മ രാജയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. നമ്പർ 11, ഇന്ത്യയിലെ വാതോർജ നിലയം എവിടെയാണ്? ഓപ്ഷൻ എ ലംബയിലാണ്. ഗുജറാത്തിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ലംബ സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ഓപ്ഷൻ ഡി രാകാസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഓപ്ഷൻ എ വൂളാർ ആണ്. സോ നദിയുടെ വക്രവലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറിംഗ് മൂലം രൂപം കൊണ്ട ഒരു നദിയാണ്. അതുപോലെ തന്നെ ഓക്സ്ബോ ലേക്കിന്റെ ഒരു അവശിഷ്ടം കൂടിയാണ്. ക്വസ്റ്റ്യൻ 14, സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അമൻ സേതു ആണ്. അമൻ സേതു എന്തുകൊണ്ടാണ് സമാധാനത്തിന്റെ പാലം എന്ന് പറയുന്നത്? ഇന്ത്യ പാകിസ്ഥാനെ കാശ്മീർ വഴി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അമാൻ സേതു. ക്വസ്റ്റ്യൻ നമ്പർ 15, മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മൊളാസിസ് തടം. ഓപ്ഷൻ ബി മിസോറാം ആണ്. ഓപ്ഷൻ ഡി മിസോറാം. എന്തുകൊണ്ടാണ് അതിനെ മൊളാസിസ് തടം എന്ന് പറയുന്നത്? മൃദുവായതും അസംഘടിതവുമായ ശിലകളാൽ രൂപപ്പെട്ടിരിക്കുന്നതിനാലാണ് മിസോറാമിനെ നമ്മൾ മൊളാസിസ് തടം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണ്?
ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത. സൺ ഗാർഡൻ പാത ജമ്മു ആൻഡ് കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായി പുതുതായി ആരംഭിച്ച ഒരു തുരങ്ക റെയിൽപാതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചപ്രയാഗ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്, ഹിമാലയ. സോ അളകനന്ദ നദി മറ്റ് 5 പോഷക നദികളുമായി ചേരുന്ന പുണ്യ സംഗമങ്ങളാണ് പഞ്ചപ്രയാഗുകൾ എന്നറിയപ്പെടുന്നത്. അതിൽ വരുന്ന ആരൊക്കെയാണ്? ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. ഇത്രയും ആണ് വരുന്നത്. അതിനാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ധർവാർ ശിലകളിലാണ്. ധാർവാർ ശിലകൾ. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകൾ. ക്വസ്റ്റ്യൻ നമ്പർ 19. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഓപ്ഷൻ എ ഷാഹി പാതയാണ്. ഷാഹി പാത. ഷേർഷാ സൂരി തന്റെ സാമ്രാജ്യം സുഗമമാക്കാൻ പുനർനിർമ്മിച്ച ഒരു പാതയാണ് ഇത്. ഇത് പിന്നീട് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നും അറിയപ്പെടുന്നു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നും അറിയപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? എണ്ണ ശുദ്ധീകരണശാല ഡിഗ്ബോയ്. ഓപ്ഷൻ ബി ഡിഗ്ബോയ് ആണ്. ഡിഗ്ബോയ് എന്നാണ് പേര്. അസമിലെ ഡിഗ്ബോയ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ എണ്ണപ്പാടത്തിനരികിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡോക്ടർ കെ എൻ രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ അല്ല. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യ അഗ്രികൾച്ചർ രചിച്ചു എന്നുള്ളതും തെറ്റായ ഉത്തരങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക. ഓപ്ഷൻ ബി അരുണ ആസഫ് അലി ആണ്. ഓപ്ഷൻ ബി അരുണ ആസഫ് അലി ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ഒരു ധീര വനിതയാണ് അരുണ ആസഫ് അലി. ക്വസ്റ്റ്യൻ നമ്പർ 23. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് ഖിദ്വായി ആണ്. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 24. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്തായിരുന്നു? അതിന്റെ റീസൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 24. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്തുകൊണ്ടായിരുന്നു? വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനും കൂടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് അംഗീകരിക്കാതിരുന്നത്. അതിന്റെ റീസൺ. നെക്സ്റ്റ്. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ആൻസർ ഇസ് ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹത്തിലായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിലായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ എന്നൊരു പേര് ലഭിച്ചത്. 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് വിജയകരമായ നേതൃത്വം നൽകിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പേര് ലഭിച്ചത്. നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന ഒരു വിളിപ്പേര്. ക്വസ്റ്റ്യൻ നമ്പർ 26. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാതന്ത്ര്യ സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ചപ്പാത്തി പ്രസ്ഥാനം എന്ന് പറയാൻ കാരണം? രഹസ്യമായി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സന്ദേശങ്ങൾ കൈമാറുന്നതിനും മുന്നോടിയായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ, അതായത് 1857 ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന് അതിനുവേണ്ടി ചപ്പാത്തി വിതരണം ചെയ്തു ഒരു രഹസ്യമായിട്ട്. അതിനെയാണ് രഹസ്യമായി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനായിട്ട്. അതിനാണ് ഈ ചപ്പാത്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ
എ 1 and 2 ആണ്. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി, അതുപോലെ തന്നെ ആസൂത്രണത്തിന് എതിരായിരുന്നു എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ 3 ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചതും തെറ്റാണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി ആണ്. INA തടവുകാരുടെ വിചാരണ വേളയിൽ അവർക്കായി വാദിക്കാൻ രൂപീകരിച്ച ഒരു പ്രതിരോധ സമിതിയാണ്. ദുലാബായ് ദേശായി, തേജ് ബഹാദൂർ സുപ്രു, നെഹ്റു, ആസിഫ് അലി തുടങ്ങിയ അഭിഭാഷകരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ക്യാപ്റ്റൻ ലക്ഷ്മി ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 31, ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ക്വസ്റ്റ്യൻ നമ്പർ 31, അപ്പൊ ഭരണഘടനയുടെ ഭാഗം 4A വാദിക്കുന്നത് ഓപ്ഷൻ 3 മൗലിക കർത്തവ്യങ്ങളെ പറ്റിയിട്ടാണ്. ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 32, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആലുവയിൽ വെച്ചായിരുന്നു. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ഈ ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർന്നത്. ക്വസ്റ്റ്യൻ 33, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോടതി പരിഗണനയുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് തെറ്റാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 രൂപ വീതം പിഴ ചുമത്താവുന്നതാണ് എന്നുള്ളത് തെറ്റാണ്. ഇവിടെ 150 അല്ല, ശരിക്കും 250 രൂപയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. ഇതിലില്ലാത്തത് 3 ആണ്. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടതല്ല. ക്വസ്റ്റ്യൻ നമ്പർ 35, ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവയും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 36, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കർത്തവ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, എല്ലാ ഓപ്ഷൻസും വായിക്കാം. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 37, ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? ദേശീയ പതാക അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 38, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ഡി വിശ്വാസ് മേത്തയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 39, ആൽബ വിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആൽബ വിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. എന്തിനു വേണ്ടിയായിരുന്നു അത് സ്ഥാപിച്ചത്? 1917 സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ബടാനന്ദനാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാൻ വേണ്ടി ഈ ഒരു ആത്മ വിദ്യാസംഘം സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 40, അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതായിട്ട് ഓപ്ഷൻ എ ആണ്, അതായത് ഓപ്ഷൻ 3 സിറ്റിസൺ ഫോർ ഡെമോക്രസി ഇതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്പർ 41, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ബി പെരിയാർ ആണ്. 244 കിലോമീറ്റേഴ്സ് ആണ് അതിന്റെ നീളം. രണ്ടാമത് വരുന്നത് ഭാരതപ്പുഴയാണ്. സെക്കൻഡ് ഭാരതപ്പുഴ, ഫസ്റ്റ് പെരിയാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42, അഞ്ചുവണ്ണം എന്നാൽ എന്താണ്? അഞ്ചുവണ്ണം വാണിജ്യ സംഘമാണ് അഞ്ചുവണ്ണം എന്ന് പറയുന്നത്. വാണിജ്യ സംഘം എന്ന് പറയുന്നത് മധ്യകാല തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പുരാതനമായ ഒരു പ്രമുഖ വ്യാപാര വാണിജ്യ സംഘമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 43, പ്രാചീന തുറമുഖമായ മുസിരിസ്
ഇതിൽ ഏത് സ്ഥലമാണ്? മുസിരിസ് ഉള്ളത് കൊടുങ്ങല്ലൂരാണ്. ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. ക്വസ്റ്റ്യൻ നമ്പർ 44. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാലക്കാടാണ്, അല്ലെങ്കിൽ പാലക്കാട് ഗ്യാപ്പ് എന്നും പറയും. 46. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? സർവീസസ് ആണ്. സർവീസസ്. 48. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പള്ളിവാസലിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? ഓപ്ഷൻ ഡി JC ഡാനിയൽ. എന്തുകൊണ്ടാണ് JC ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവ് എന്ന് പറയുന്നത്? മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്താണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് JC ഡാനിയലിനെ വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏത്? ഓപ്ഷൻ എ കണിക്കൊന്നയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ഞാനിവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് എഴുതിയിട്ടുള്ളത്. ഓപ്ഷൻ ബി കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം എന്നാണ് ശരിയായ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജമാണ് എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 52. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 and 4 തെറ്റാണ്. ഓപ്ഷൻ 2 എന്താ പറയുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രാചീന മലയാളം ആദിഭാഷ. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമിയുടെ വർക്കാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു ആണെന്നുള്ളത് തെറ്റാണ്, വൈകുണ്ഠസ്വാമിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി മാപ്പിള കലാപമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ 1 and 3. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. ക്വസ്റ്റ്യൻ നമ്പർ 55. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി 1907 മഹാത്മാ അയ്യങ്കാളി ഇത് രൂപീകരിച്ചത്. ആഴമേറും നിൻ മഹസ്സാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ഓപ്ഷൻ ബി ദൈവദശകം എന്ന വർക്കിലെ വരികളാണ്. ദൈവദശകം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ഇതൊരു പ്രശസ്ത പ്രാർത്ഥനാ ഗീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 57. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ 1 and 2 ആണ്. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. മാവലത്തോട് റിലേറ്റഡ് ടു പഴശ്ശിരാജ ആൻഡ് മണ്ണടി റിലേറ്റഡ് ടു വേലുത്തമ്പി ദളവ. ക്വിറ്റ് ഇന്ത്യ കിഴിയൂർ ബോംബ് കേസ് എന്നുള്ളത് കറക്റ്റ് ആയ ഒരു ഓപ്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 58. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി. ആദ്യം വരുന്നത് കുണ്ടറ വിളംബരം 1809 ജനുവരി 11. അടുത്തത് വരുന്നത് കുറിച്യ കലാപം 1812. അടുത്തത് പൂക്കോട്ടൂർ കലാപം 1921. ലാസ്റ്റ് ആണ് മൊറാഴ സമരം 1940 സെപ്റ്റംബർ 15. ക്വസ്റ്റ്യൻ നമ്പർ 59. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 60. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്?
തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഡിലനോയ് ആണ്. ഡിലനോയ്. 1971 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ മഹാത്മാ രാജാവ് ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി തുറന്ന് തടവുകാരായി പിടിക്കപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആണ് യൂസ്റ്റാക്യസ് ഡിലനോയ്. പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണത്തിനായി പ്രവർത്തിക്കുകയും വലിയ കപ്പിത്താൻ പദവി നൽകി ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 61. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ഡോട്ട്സ്. ഓപ്ഷൻ സി ക്ഷയത്തിന്റെ ആണ്. സോ ഡോട്ട്സിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് കോഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 62. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്? ഓപ്ഷൻ ഡി ഓർഗനോയിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 63. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കനുകളാണ്. ലൈക്കനുകളെ നമുക്ക് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് കൂടി വിളിക്കാം. സൾഫറിന്റെ അളവ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ലൈക്കൻസ് വളരില്ല, അതുകൊണ്ടാണ് ഇതൊരു പ്രകൃതിദത്ത സൂചകമാണെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 64. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവനയും കാരണവും കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കാം ശരിയായ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, എന്നാൽ 6 റീസൺ തെറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസ്താവന തന്നത് മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ കാരണം എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ്, അല്ലെങ്കിൽ ഫിലമെന്റിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? പരാഗണം നടക്കുന്നത് ആൺപൂവിലെ പരാഗരേണുക്കൾ പെൺപൂവിന്റെ തന്തുകത്തിൽ, ഫിലമെന്റിലെല്ലാം മറിച്ച് കൂമ്പിൽ വീഴുമ്പോഴാണ്. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി കല്ലേൻ പൊക്കുടൻ. 66. മനുഷ്യ ശരീരത്തിൽ ഏതു ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ സി മെലാട്ടോണിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. അതില് ശരിയായ ഉത്തരമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ശരിയായ ഉത്തരം വരുന്ന കോമ്പിനേഷൻ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. എന്തുകൊണ്ടാണ് ബി തെറ്റായത്? ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് സിരകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്. സിരകളല്ല, ലോമികളാണ്. ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് ആണ്. ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് തെറ്റായത്? കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികകൾ എന്ന് എഴുതിയിട്ടുണ്ട്. നേരെ തിരിച്ചാണ്, അത് സിരകളാണ്, ലോമികളല്ല. ഇവിടെ വരുന്നത് സിരകൾ അല്ലെങ്കിൽ വെയിൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 68. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 69. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 70. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ഭാഗ്യലക്ഷ്മി ഓപ്ഷൻ എ വെണ്ടയുടേതാണ്. വെണ്ടയുടെ സങ്കര ഇനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്? ഉത്കൃഷ്ട വാതകം അല്ലാത്ത മൂലകം ഓപ്ഷൻ സി സിലിക്കൺ ആണ്. ഓപ്ഷൻ സി സിലിക്കൺ. ക്വസ്റ്റ്യൻ നമ്പർ 72. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്കിന്റെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 73. വസ്തുക്കൾ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ്? ഓപ്ഷൻ എ സ്ഥിതികോർജം. നെക്സ്റ്റ്,
ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഏതാണ്? ഏറ്റവും അധികമാകുന്ന ഒരു താപനില, അതൊരു പീക്ക് പോയിന്റ് ആണ്. അതിനുശേഷം അതിന്റെ ഓക്കെ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ വരുന്നത്. ഈ ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറയും, അതായത് 3 ഡിഗ്രി 2 ഡിഗ്രി 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവുമ്പോൾ അത് വികസിക്കാൻ തുടങ്ങും. അപ്പം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പീക്ക് പോയിന്റ് എന്നുള്ളത് ജലത്തിന്റെ സാന്ദ്രത കൂടുതലുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ അല്ലെങ്കിൽ കുതിരശക്തി HP-യിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഈക്വൽ ടു എത്ര വാട്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി 746 വാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 76. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ ബി റേഡിയം ആണ്. നെക്സ്റ്റ്, ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പ്രകൃതിദത്ത പോളിമർ ഏതാണ്? സെല്ലുലോസ് ആണ്. ഓക്കെ, ബാക്കി സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സ്, നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്. ബാക്കി ഓപ്ഷനിലെ ഏതൊക്കെയാണ്? പൊളിത്തീൻ, അതുപോലെ PVC, നൈലോൺ, ബേക്കലൈറ്റ് ഒക്കെ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണ് ആൻസർ വരുന്നത്. ഉത്പതനം, ഓപ്ഷൻ എ ആണ് ആൻസർ, അല്ലെങ്കിൽ ഉത്പതനത്തിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് കൂടി പറയാറുണ്ട് ഇംഗ്ലീഷിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 20 ഹെർട്സ് ടു 2000 ഹെർട്സ് വരെയാണ് നമുക്ക് 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാവുന്ന ഒരു പരിധിയിലുള്ളത്. അപ്പൊ അതിൽ പെടുന്നത് 2000 ഹെർട്സ് ആണ്. 5 ഹെർട്സ് മനുഷ്യന് കേൾക്കില്ല. അതുപോലെ തന്നെ 200 കിലോ ഹെർട്സ് മനുഷ്യന് കേൾക്കില്ല. ഓൺലി 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 2000 ഹെർട്സ് വരെ കേൾക്കുള്ളൂ. ഇതാണ് അതിന്റെ റേഞ്ച്, 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 80. കാർബണിന്റെ കുറച്ച് ഐസോട്ടോപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ 12C. നമ്പർ 81. ഓപ്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി 3√2 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 82. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13, ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി, എങ്കിൽ ടീച്ചറുടെ വയസ്സ്? ഓപ്ഷൻ സി 39 ആണ്. ഞാൻ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകുന്നുള്ളൂ മാത്സിന്. അടുത്തത് 83. ഓപ്ഷൻ സി 20 ഡിഗ്രി ആണ് ആൻസർ വരുന്നത്. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ്? നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 84. ഓപ്ഷൻ ബി 1 ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഓപ്ഷൻ ബി 51. ക്വസ്റ്റ്യൻ നമ്പർ 86. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 88. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഓപ്ഷൻ ബി 20 ഡിഗ്രി. അടുത്ത പദം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 89. അടുത്ത പദത്തിൽ വരുന്ന ഓപ്ഷൻ സി 63 ആണ്. നെക്സ്റ്റ്, ബോർഡ് മാസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 90 ആൻസർ വരുന്ന ഓപ്ഷൻ ബി 20 ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അടുത്ത ശ്രേണിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി 37. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 92 ആൻസർ വരുന്നത് 4 കിലോമീറ്റർ തെക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാവുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയായിരിക്കും? ഇതിന്റെ ഇക്വേഷനിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓപ്ഷൻ സി 120 ഡിഗ്രി ആണ്. നെക്സ്റ്റ്, 94. ഓപ്ഷൻ 15 ആണ് എക്സിന്റെ വിലയായിട്ട് വരുന്നത്. 95. ശ്രേണിയുടെ അടുത്ത പദം? ഓപ്ഷൻ ബി 13 ആണ്. 96. ഓപ്ഷൻ ഡി 21 ആണ്. 97. ഓപ്ഷൻ
A 98, option 3 99, option C last question 100, option B 43 ആണ് ആൻസർ വരുന്നത്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ചെയ്ത് നോക്കി എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് അത് കമൻറ്റ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം. സോ ബൈ ഓൾ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.